പാലക്കാട് ഉണ്ടായത് എങ്ങനെയാണ്? 16 വയസ്സുള്ള കുട്ടികളാണ്, 16 സാധാരണ ചെറിയ പിള്ളേർ കരോളെടുത്ത് പണ്ടത്തെ കാലത്ത് പെട്രോമാക്സ് എടുത്തിട്ട് തോട്ടത്തിനുള്ളിൽ കൂടെ അടുത്ത വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്ന അങ്ങനെ തുടങ്ങിയ കരോളാണ് അല്ലേ? പല വീട്ടിൽ ഇപ്പം വയനാടിൻ്റെയൊക്കെ മലയോര മേഖല, ഇടുക്കിയുടെയൊക്കെ മലയോര മേഖലയിൽ ഒരു വീടിൽ നിന്ന് 1/2 കിലോമീറ്റർ ദൂരം ഉണ്ടാവും അടുത്ത വീട്ടിലേക്ക്. ഏത് പെട്രോമാക്സ് എടുത്ത് രാത്രി ലൈറ്റ് ഉണ്ടാവില്ല, അതെടുത്ത് ഈ കാടിൽ കൂടെ വന്യമൃഗങ്ങളെ പോക്കി കരോൾ നടത്തിയിരുന്ന കാലമാണ്. ഇപ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അത്രയധികം ആത്മാർത്ഥതയോട് കൂടിയിട്ടും ഒരു വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഒരു സംസാരവും അവിടെ ഒരു ആഘോഷവും അവിടെ ഒരു പാട്ടും അവിടെ ഒരു ബാൻഡും ഒക്കെ ഉണ്ടെങ്കിൽ ആ വീട്ടിലൊരു വെളിച്ചം കൊണ്ടിരുന്ന രീതിയിലാണ് എല്ലാ വീടുകളിലും കരോളെത്തുക. അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാതെ എന്തോ എന്താ മതം വളർത്താൻ പോവുക, ഒരു പുതിയ കണ്ടുപിടുത്തങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഈ കരോൾ വരുന്നതോട് കൂടിയിട്ട് എന്താ മതം വളരും എന്നാണ് ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. അത് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് കരോൾ നടത്തുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഇങ്ങനെ. അത് സാന്റാക്ലോസിൻ്റെ മുഖം മൂടി കാണുന്ന സമയത്ത് അയ്യോ ഇതാണ്ട് ക്രിസ്തുവാണ് ഇരിക്കുന്നത് എന്നുള്ള നിലയ്ക്കാണ് എടുത്തോണ്ട് പോടാ എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ഇതെല്ലാം കൂടി എടുത്തിട്ട് പോയി എന്തൊക്കെയോ പറയുകയാണ്. ഇത് നിനക്ക് സ്ഥലം മനസ്സിലായില്ലേ, ഇത് എവിടെ വെച്ചിട്ടാണ് നിനക്ക് വിൽക്കുന്നതെന്ന് അറിയില്ലേ, സാന്താക്ലോസ് ആരാ അതറിയില്ല. ഇവർക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിയില്ല, ഇത് ആരോടാ പെരുമാറേണ്ടതെന്ന് അറിയില്ല. കേക്ക് മുറിക്കുന്നതിനകത്ത് ഈ ക്രിസ്മസ് ആഘോഷവും കേക്കും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. കാരണം അത് ഒരു ആഘോഷത്തിന് ഭാഗമായിട്ട് എല്ലാവരും കൊണ്ടു കൊടുക്കണം. നമ്മൾ തന്നെ എനിക്ക് തോന്നുന്നു 2000 കേക്കൊക്കെ കണ്ടാണ് റിപ്പോർട്ടർ TV കൊടുത്തിട്ടുള്ളത്. കാരണം കേക്ക് കൊടുക്കുന്നത് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മളൊരു സന്തോഷം ഒരാളോട് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ കൊച്ചു സംസ്ഥാനമായ കേരളത്തിൻ്റെ ഒരു മൂലയിൽ വരെ ഇതൊക്കെ എത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭവിഷ്യത്തൊന്ന് മനസ്സിലാക്കിക്കൂടെ എന്നുള്ളതാണ്.